ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശബരിമല സ്ത്രീ പ്രവേശനം ചർച്ചയായി മാറുകയാണ്. സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ശബരിമല സ്ത്രീ പ്രവേശനം വീണ്ടും എത്തുന്നു. രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടുകളായിരിക്കും സ്വീകരിക്കുക? ഇതൊക്കെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കിയാണ്. വളരെ ചൂടുള്ള വിഷയമാണ് ശബരിമല സ്ത്രീ പ്രവേശനം. കാരണം ഫുൾ ബെഞ്ചിന് മുന്നിലേക്കാണോ അല്ലെങ്കിൽ ഏതു തരത്തിലായിരിക്കും സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത് എന്നൊക്കെ എല്ലാവരും നോക്കിക്കാണുകയാണ്. ഇതിൽ നിലപാട് ആദ്യം അറിയിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പ്രത്യേകിച്ചും CPIM എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ സമയത്ത്, അതായത് 2019 ശബരിമല സ്ത്രീ പ്രവേശനവുമായി ഉണ്ടായ വലിയ തരത്തിലുള്ള സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, സംഘർഷങ്ങൾ ഇതൊക്കെ കേരളം കണ്ടതാണ്. അന്ന് എന്ത് നിലപാട് സ്വീകരിച്ചുവോ ആ നിലപാടിൽ നിന്നും സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ CPIMന് മാറ്റമുണ്ടാകുമോ? അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ടുള്ളൊരു ചിന്തയിലേക്ക് CPIM കടക്കുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. എന്തായാലും കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. സർക്കാരിന് പറയാനുള്ളത് വളരെ വ്യക്തമായി പറയണം എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. സുപ്രീം കോടതിക്ക് മുന്നിൽ നിലപാടുകൾ തിരുത്തേണ്ടത് സർക്കാരാണ്. എന്താണ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പറയാനുള്ളത് എന്നത് വ്യക്തമായി പറയണമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഓരോരുത്തരായി വിളിച്ചു പറയുന്നു. അതായത് പ്രത്യേകിച്ചും AICC ജനറൽ സെക്രട്ടറി മുതൽ KPCC അധ്യക്ഷൻ വരെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമായ നിലപാട് സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് CPIM പറയുക? പക്ഷേ വളരെ ബുദ്ധിപരമായി, തന്ത്രപരമായാണ് CPIMൻ്റെ നീക്കങ്ങൾ. യാതൊരു കാരണവശാലും വോട്ട് കുറയരുത്, ഒപ്പം നിലപാടുകളിൽ മാറ്റം വരുത്താൻ പാടില്ല. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പോക്ക് അതുതന്നെയാണ് CPIM ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും പറയാൻ ഉദ്ദേശിക്കുന്നതും. കാരണം നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു, എല്ലാം തീരുമാനിക്കുന്നത് കോടതിയാണ്. കോടതി എന്ത് തീരുമാനിക്കുന്നോ അതിനൊപ്പം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും തിരഞ്ഞെടുപ്പ് വലിയ തരത്തിൽ അവരുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉചിതമായൊരു തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ CPIM എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 2019 സംഭവങ്ങൾക്ക് ശേഷം തുടർന്നുണ്ടായ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് LDF അല്ലെങ്കിൽ ഇടതുമുന്നണി ഏറ്റുവാങ്ങിയത്. ആ പാഠം മുന്നിലുള്ളത് കൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ ഒരു തോൽവി ഏറ്റുവാങ്ങാൻ ഒരിക്കൽ പോലും ഇടതുമുന്നണി തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം CPIM എടുക്കുന്ന ഓരോ നിലപാടുകളും വളരെ കൃത്യമായി നോക്കിക്കണ്ടുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് അത് വലിയ തരത്തിലെ പ്രചാരണ ആയുധമാക്കി മാറ്റാൻ തന്നെയാണ് അവരുടെ നീക്കം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ഒരേ സ്വരത്തിൽ CPIMും മുഖ്യമന്ത്രിയുമൊക്കെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണം എന്ന് പറയുന്നത്. എന്തായാലും സുപ്രീം കോടതി ഈ ഒരു കേസ് മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു ക്ഷേത്രങ്ങളിലെയും പള്ളികളിലെയും ഒക്കെ വിഷയങ്ങൾ കൂടി, മതപരമായ ആചാരപരമായ ചടങ്ങുകളിലുള്ള വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ എടുക്കുന്നത് കൊണ്ട് തന്നെ എന്തുമാത്രം സമയം കൊണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് നമുക്കും പറയാൻ കഴിയുകയില്ല. നിലവിലെ സാഹചര്യത്തിൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിവാദങ്ങൾ എത്തുകയാണ്. അത് ചർച്ചയായി മാറുകയാണ്. സ്വർണ്ണപ്പാളിയും ഇപ്പോൾ അവസാനം ശബരിമലയിൽ പമ്പയിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമവുമൊക്കെ വലിയ തരത്തിലുള്ള എതിർപ്പാണ് CPIMന് നേരെ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ഒരു എതിർപ്പ് ഇനി പേറുവാൻ CPIM തയ്യാറാകുമോ അതോ ബുദ്ധിപരമായി നീങ്ങുമോ? ഇതൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും 2019 തുടർന്ന് സുപ്രീം കോടതിയിലുമൊക്കെ അന്ന് നിലപാടുകൾ അറിയിച്ചിരുന്നു. സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടുകൾ അന്ന് ഇടതുമുന്നണി CPIM ഒക്കെ സ്വീകരിച്ചെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്തുമോ? 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അതിനെ വിയോജിച്ചുകൊണ്ട് കത്ത് നൽകുകയും അതുപോലെ തന്നെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിൽ എതിർക്കുന്ന സംഘടനകൾക്കൊപ്പം നിൽക്കുകയുമൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഇടതുമുന്നണി സർക്കാർ വന്നപ്പോഴേക്കും നിലപാട് മാറി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണോ സർക്കാർ
സർക്കാരാണോ ഇനി നിലപാട് വ്യക്തമാക്കേണ്ടത്? അതൊരു ചോദ്യം തന്നെയാണ്. കാരണം ശബരിമലയുടെ ഭരണം ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡ് എന്തായിരിക്കും ഇനി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുവാൻ തയ്യാറാകുമോ? പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരിക്കൽ പോലും സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത ഇല്ല. ബുദ്ധിപരമായി അവർ നീങ്ങും. പക്ഷേ എല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുകളിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു പരിധിവരെ സർക്കാർ ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് കടക്കും. കാരണം എല്ലാ തരത്തിലും ഇനി ആരോപണങ്ങൾ ഏറ്റുവാങ്ങാൻ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഏറ്റുവാങ്ങാൻ ഒരിക്കൽ പോലും പാർട്ടി അല്ലെങ്കിൽ CPIM തയ്യാറാവില്ല, ഇടതുമുന്നണി തയ്യാറാകത്തുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉചിതമായ തീരുമാനം പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് വേള ആയതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ശബരിമല സ്ത്രീ പ്രവേശനവും ഇതുമായി ബന്ധപ്പെട്ട കേസിലെ നിലപാടുകളുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നത്. കോൺഗ്രസ് ആകട്ടെ സർക്കാരിനുണ്ടാകുന്ന ഓരോ വീഴ്ചകളും കൃത്യമായി അവർ ഭരണത്തിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഉപയോഗിക്കുന്ന ആയുധമാക്കി മാറ്റും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ചിന്തിച്ച് നിയമപരമായി അവർ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നീങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.